പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മലപ്പുറത്ത് ഗൃഹനാഥൻ മരിച്ചു. മങ്ങാട്ട് മുഹമ്മദ് ഷായാണ് മരിച്ചത്. വീടിന് പരിസരത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. അരുൺ അമർനാഥാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, തേവലക്കരയിലെ കുട്ടിയുടെ മരണം, അതും സ്കൂളിൽ വെച്ചുണ്ടായ അപകടമാണ്. അതിൻ്റെ ഞെട്ടൽ മാറിയിട്ടില്ല, അതിൻ്റെ സങ്കടം മാറിയിട്ടില്ല. അതിനിടയിലാണ് മലപ്പുറത്ത് സമാനമായൊരു അപകടമുണ്ടായി എന്ന വിവരം അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പൊട്ടിവീണ വൈദ്യുതി കമ്പി നീക്കുന്നതിൽ KCBക്ക് വീഴ്ചയുണ്ടായോ? KCBയുടെ ഇടപെടൽ, അതേക്കുറിച്ച് അവിടുത്തെ പൊതുപ്രതികരണം എങ്ങനെയാണ്? കുടുംബം പരാതിയുമായി രംഗത്തുണ്ടോ? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? രതീഷ്, കൊല്ലത്തെ സംഭവത്തിന്റെ നടുക്കം മാറുന്നതിന് മുമ്പ് തന്നെയാണ് മലപ്പുറം കൊണ്ടോട്ടി നീറാട് നിന്ന് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. അത് KCBക്കെതിരെ ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ മേഖലയിലാണ് ഈ വൈദ്യുതി കമ്പി ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ ശക്തമായ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പൊട്ടി വീണത്. ഇന്നലെ രാത്രി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനെ തുടർന്ന് തന്നെ KCBയിൽ വിവരം അറിയിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർന്ന് രാവിലെ ഈ വൈദ്യുതി കമ്പി പൊട്ടിയതായും ഉള്ള വിവരം അറിയിച്ചു. എന്നിട്ട് ഈ വൈദ്യുതി ഇതിൽ നിന്ന് വിച്ഛേദിക്കാൻ പോലുമുള്ള KCBയുടെ നടപടി ഉണ്ടായില്ല, തയ്യാറായില്ല എന്നൊരു ഗുരുതര ആരോപണം, KCBയുടെ അലംഭാവത്തിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നതായുള്ള ആരോപണം നാട്ടുകാർ പറയുകയുണ്ടായി. ഇപ്പോൾ ഈ അയൽവാസിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി കറണ്ട് മൊത്തത്തിൽ എവിടെ ഇല്ല. അപ്പൊ രാത്രി കറണ്ടില്ലാത്തപ്പോൾ അത് രാവിലെ ഇവരെ വീട്ടുകാർ, ഇവരെ ജ്യേഷ്ഠന്റെ വീടാണിത്, ആ ഭാര്യ പോലെ പോയിട്ട് കറണ്ടില്ലാന്ന് KCBക്ക് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ ദിവസം വീണ്ടും ആ വീട്ടിൽ പോയി പറഞ്ഞ് കറണ്ടില്ല, ഞങ്ങളൊന്ന് വിളിച്ച് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോലത്ത് വീടുന്ന പറയാം, ആ വീട്ടുകാരും വിളിച്ചിട്ട് കറണ്ടില്ല. അപ്പോൾ വരെ ആയിക്കോട്ടെ പരാതി കിട്ടിന്, ഞങ്ങൾ വരാം 12 മണിക്ക് വരാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 11:30 മണിക്ക് മരിച്ച ആൾ വീണ്ടും വിളിച്ചിരുന്നു. ഈ പൊട്ടിയത് ഇയാൾ കണ്ടിട്ടുണ്ടാവില്ല, കറണ്ടില്ല അങ്ങനെയാണെന്ന് ഇയാളും വിളിച്ചാണ്. അപ്പോൾ ഞങ്ങൾ 12 മണിക്ക് വരാമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാണ്. എന്നിട്ട് അവർ പിന്നെ വരുന്നത് 12:45 1 മണിയാകുമ്പോഴാണ് ഇവർ വന്നത്. അപ്പോൾ ഇതിനോടെ മരണം ഇയാളോടെ കുടുങ്ങിയിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ അതായത് ഇന്നലെ രാത്രി നിങ്ങൾ ആദ്യം സംഭവം നടന്നപ്പോഴും വിളിച്ചു. രാത്രി മൊത്തത്തിൽ ഓടി കറണ്ടില്ല, ഇന്ന് രാവിലെ കറണ്ടില്ല, വെള്ളം ഇവിടെ ഇല്ലാത്തപ്പോഴാണ് ഇവർ വിളിച്ച് പറഞ്ഞത്. അപ്പം ഈ KCBയൊക്കെ പൊതുവെ ഫോൺ എടുക്കാത്തൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ വീട്ടിൽ പോയി വിളിപ്പിച്ചതാണ് ഇദ്ദേഹത്തിന് ജ്യേഷ്ഠന്റെ ഭാര്യ. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, അപ്പോൾ വേറെ 12 മണിക്ക് വരാമെന്ന് അവർ പറഞ്ഞത്. അതായത് ഈ വൈദ്യുതി കമ്പി പൊട്ടിയ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവർ പൊട്ടിയിരുന്ന അവർ പറഞ്ഞു. അത് പറഞ്ഞ് അറിയിച്ചിട്ടും ഒരു 12 മണിക്ക് വരാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ മരിച്ച ആളും 11:30 വിളിച്ചിരുന്നു, കണ്ടില്ല. അപ്പൊ ഇയാൾ ഇവിടെ പൊട്ടിയത് ഇയാൾ കണ്ടിട്ടില്ല. അങ്ങനെ അയാള് പൊട്ടി ഒച്ചപ്പാട് കേട്ട് ആ വീട്ടിൽ ഇവരെ തന്നെ കണ്ട് ആത്മകൂട്ടി വന്നപ്പോഴത്തിന് ഇവരെ റാത്തന്റെ മോന് വന്നിട്ട് ഒരു കല്ലെടുത്തിട്ട് വേറിട്ട് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും 2 മരണം സംഭവിക്കണ്ടേ? കാരണം വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ടെറസിന്റെ മുകളിലായോണ്ട് അത് വന്നാണ്ട് പിടിക്കൂലേ, ഇയാൾ പിടിച്ചാൽ പെണ്ണും പോവല്ലോ. KCBക്കാർ ഒന്നും ചെയ്യേണ്ടില്ലേനും, വല്ലൊന്നും ഓഫാക്കിയാൽ മതിയേനി, എന്നാൽ ഈ മരണം സംഭവിക്കൂല. മറ്റുള്ളവർക്ക് എന്തായാലും അതായത് ഗുരുതര ആരോപണമാണ്. രതീഷ് നേരത്തെ ചോദിച്ച ചോദ്യം പോലെ തന്നെ KCBയുടെ അലംഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരുപക്ഷെ ഈ വൈദ്യുതി ലൈനിലെ കണക്ഷൻ ഓഫ് ചെയ്യാനുള്ള ഒരു നടപടി പോലും KCB സ്വീകരിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. 12:30 കൂടിയാണ് ഈ മുഹമ്മദ് ഷാ ഈ പറമ്പിലെ ഈ വൈദ്യുതി ലൈൻ ഇവിടെയുള്ള വിവരം അറിഞ്ഞിരുന്നില്ല. അറിയാതെയാണ്, അബദ്ധവശാലാണ് ഈ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയാണ് മുഹമ്മദ് ഷാ അപകടത്തിൽപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചെങ്കിൽ പോലും ഈ ഒരു ജീവൻ, ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ എന്താണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പ്രതികരണം എന്നുള്ളത് തന്നെയാണ്. ഇനി KCBയുടെ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്നതിൽ തർക്കമില്ല. ഈ കുടുംബത്തിന് വലിയൊരു നഷ്ടവുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനാസ്ഥക്കെതിരെ കുടുംബം എങ്ങനെയാണ് പ്രതികരിക്കാൻ ഒരുങ്ങുന്നത്? അവർ ഏത് നടപടിയിലേക്കാണ് പോകുന്നത്? പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണോ? അതെ, എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. KCBയുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് പരാതിയുമായി തന്നെ നാട്ടുകാർ മുന്നോട്ട് പോകല്ലോ. കാരണം നമ്മളൊരു ഈ വീട്ടിലെ അത്താണിയല്ലേ പോയത്. ഇദ്ദേഹം ഇവിടെ ചെറിയ കൃഷിയും കാര്യമൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഈ കുടുംബത്തിന് 3 മക്കൾ, ചെറിയ മക്കളല്ലേ. അത്താണി പോലെ അങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകും. നാട്ടുകാർ ഒന്നായിട്ട് കൂടിയിട്ട് KCBയുടെ വീഴ്ചക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ആവശ്യം. അതൊരു തർക്കമില്ലല്ലോ. കാരണം അവിടെ അലംഭാവമാണ്, പെട്ടെന്നുണ്ടായ സംഭവമല്ലല്ലോ. മണിക്കൂർ കണക്കിന് പറഞ്ഞിട്ട് പോലും വരാതെ ഒരു വന്നില്ലെങ്കിലും പ്രശ്നം ചിലൊന്ന് ഓഫ് ചെയ്താൽ പോരെ, എന്നാൽ ഈ ജീവൻ രക്ഷിക്കാമെന്നല്ലോ. ഒരു അലംഭാവത്തിന് വില കൊടുക്കേണ്ട ഒരു ജീവനാണ്. അതെ, KCBന്റെ അടുത്ത് നല്ല അലംഭാവമുണ്ട്. അത് മണിക്കൂറുകൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞിട്ടും ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടും വേണ്ട രീതിയിൽ അവർ അതിന് നടപടി എടുത്തില്ല. അദ്ദേഹം പറഞ്ഞ മാതിരി ഒന്ന് സപ്ലൈ ഒഴിവാക്കാമായിരുന്നു. അവിടെ ആ തേക്കിന്റെ കമ്പ് വീണതായിട്ടാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഈ ലൈൻ പൊട്ടിയത് ഇവരും അറിയില്ല, അവരും അറിയില്ല. അങ്ങനെ ഇയാളൊരു കർഷകനാണ്. നമ്മളെ മരിച്ച മമേഷ ഒരു കർഷകനാണ്. അദ്ദേഹം അവിടെ തെങ്ങ് വൃത്തിയാക്കി
അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഷോക്കടിക്കാൻ അതാണ് സാഹചര്യം ഉണ്ടായത്. അതെ, വലിയ വീഴ്ച KCBയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നതിലൂടെ തന്നെ വ്യക്തമാകുന്നത്. കൊല്ലത്തെ നടുക്കം നമുക്ക് മാറിയിട്ടില്ല. അപ്പോഴാണ് മലപ്പുറത്ത് ഈ ഒരു സംഭവം പക്ഷേ ഒഴിവാക്കാമായിരുന്ന ഒരു അപകടമായിരുന്നു. അതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു. എന്താണ് അതിന്റെ വിശദീകരണം എന്നാണ്. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. കുടുംബത്തിന്റെ ആവശ്യവും സ്വാഭാവികമായും അത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്താണ് KCBയുടെ ഒരു വിശദീകരണം എന്നുള്ളതുണ്ട്. അപ്പോൾ എണ്ണയക്കമിട്ട് പറയാനുള്ള പിഴവുകൾ ഇവിടെ ഉണ്ടായി. ചെയ്യേണ്ട ഒരു പ്രാഥമിക നടപടി പോലും KCBയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രാഥമികമായി ചെയ്യേണ്ട കാര്യം പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഒരു ജീവൻ കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായ അനാസ്ഥകൾ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.